ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള എരുമേലി പേട്ടതുള്ളലിനായി ആലങ്ങാട്ട് യോഗത്തിന്റെ പേട്ടപ്പുറപ്പാട് ചെമ്പോല കളറിയിൽ നിന്ന് ആരംഭിച്ചു. ജനുവരി 10-ന് എരുമേലിയിൽ എത്തിച്ചേരുന്ന സംഘം 11-ന് പേട്ടതുള്ളും. ആലങ്ങാട് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് മേനോൻ നയിക്കുന്ന പേട്ടപ്പുറപ്പാടിന് മന്ത്രി പി രാജീവ് ഭദ്രദീപം കൊളുത്തി. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. രാജരാജപാണ്ഡ്യൻ രാജവർമ്മ പന്തളം ഭരിച്ചിരുന്ന കാലത്ത് കരിമലയിൽ താമസിച്ചിരുന്ന തിരുമല നായിക്കന്റെ സഹായിയും തസ്കര പ്രമാണിയുമായ ഉദയനനും പടയാളികളും പന്തളം രാജ്യം ആക്രമിച്ച് കൊള്ളയടിച്ചു. കൊള്ളസംഘത്തെ തടയുന്നതിന് പന്തളത്ത് തമ്പുരാൻ ആലങ്ങാട്ട് തമ്പുരാന്റെ സഹായം അഭ്യർത്ഥിച്ചു. പിന്നീടുണ്ടായ യുദ്ധത്തിൽ ഉദയനനെ വധിക്കുകയും കൊള്ളസംഘത്തെ ഇല്ലാതാക്കുകയും ചെയ്തു. തുടർന്ന് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും എരുമേലിയിൽ ആനന്ദ നൃത്തമാടിയതാണ് ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലെന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ആലങ്ങാട് യോഗം പേട്ടപ്പുറപ്പാട് ആലങ്ങാട് ചെമ്പോലക്കളരിയിൽ നിന്നും ആരംഭിച്ചു. ജനുവരി 11-ാം തീയതി ഉച്ചയ്ക്ക് അമ്പലപ്പുഴ പേട്ട കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ആകാശത്ത് വെള്ളി നക്ഷത്രം തെളിയുമ്പോൾ ആലങ്ങാട് യോഗത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ആരംഭിക്കുകയാണ്. ആലങ്ങാട് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് മേനോനാണ് പേട്ടപ്പുറപ്പാട് നയിക്കുന്നത്. എരുമേലിപ്പേട്ട പമ്പ സദ്യ സന്നിധാനത്ത് നടക്കുന്ന എഴുന്നള്ളിപ്പിന് എല്ലാ ഇതിനും ആലങ്ങാട് യോഗം പെരിയോൻ എന്ന നിലയിൽ ഞാൻ മുന്നേ അതിന് ചെമ്പോലക്കളിയുടെ എല്ലാ ഇതും ഞാൻ ഇവിടെ ആയിരിക്കും. ഞങ്ങൾ പേട്ടതുള്ളാം എല്ലാ കാര്യങ്ങൾക്കും നടത്തുന്നത്. ജനുവരി 11-ന് ആകാശത്ത് വെള്ളി നക്ഷത്രത്തിനെ സാക്ഷിയാക്കി ആലങ്ങാട് യോഗം ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടത്തും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.